ഹായ് കൂട്ടുകാരെ, വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ സംസാരം കേട്ട് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും ബാലചന്ദ്രനും. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, നിനക്കെന്താടി ഇവിടെ കാര്യം? അത് കേട്ട് രാജേശ്വരി പറയുകയാണ്, ഓ, അവൾ അവളുടെ അമ്മയുടെ സ്വർണം അന്വേഷിച്ച് വന്നതായിരിക്കും. ബാലചന്ദ്രൻ പറയുകയാണ്, സ്വർണം അന്വേഷിച്ചാണെങ്കിൽ നേരെ കോളർ കനിയിലേക്ക് വിട്ടാൽ മതി, ഇഷ്ടം പോലെ കുഴിച്ചെടുക്കാൻ പറ്റും. ബാലചന്ദ്രന്റെ കളിയാക്കൽ കേട്ട് ശാലിനി പറയുകയാണ്, കോളാർ കനിയിലേക്കല്ല, ഇവിടെ നിന്നും സ്വർണം കുഴിച്ചെടുക്കാൻ വേണ്ടിയാണ് ശാലിനി ഈ രാത്രിയിൽ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത്. അത് കേട്ട് കളിയാക്കി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ആഹാ, അത് കൊള്ളാമല്ലോ. പിച്ചക്കാർക്ക് മുമ്പിൽ ഇരക്കാൻ പോയാലും ഇവിടെ ഇനി ഒന്നും ചോദിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നീ നിന്റെ അമ്മയും കൂടി പോയത്? എന്നിട്ട് പിന്നെന്താ ഇപ്പോഴെന്ന് ചോദിക്കുമ്പോൾ ദൃഢനിശ്ചയത്തോടുകൂടി ശാലിനി പറയുകയാണ്, ഇരക്കാനല്ല ഞാനിപ്പോൾ വന്നത്, അവകാശപ്പെട്ടത് തിരിച്ചു വാങ്ങിക്കാനാണ്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു തരി സ്വർണം ഇവിടെ നിന്നും നിങ്ങൾക്കൊന്നും തരില്ല. നിനക്ക് അത്രയ്ക്ക് തെണ്ണമാണെങ്കിലേ നീ കൊണ്ടുപോയി കേസ് കൊടുക്കടി. തിരിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, കേസൊക്കെ വരാൻ പോകുന്നതേയുള്ളൂ ഗോപാലകൃഷ്ണ. അതിനു മുമ്പേ നമുക്കൊരു ക്രൈം മൂവി കണ്ടാലോ? ഒരു വെറൈറ്റിക്ക് വേണ്ടിക്ക് നിങ്ങളെ ബോറടിപ്പിക്കുകയൊന്നും ഇല്ല. 5-6 മിനിറ്റ് അത്രേ ഉള്ളൂ. മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് ശാലിനി പറയുകയാണ്, ബാലചന്ദ്ര, നീയാണ് ഇതിലെ ഹീറോ. പെർഫോമൻസ്, ഡയലോഗ് കലക്കി തീർന്നു, അടിപൊളി. ഒന്നും മനസ്സിലാകാതെ മുഖത്തോട് മുഖം നോക്കുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. അത്രയും പറഞ്ഞ് മൊബൈൽ ബാലചന്ദ്രന്റെ കയ്യിൽ കൊടുക്കുകയാണ് ശാലിനി. അന്നേരം മൊബൈലിലെ വീഡിയോ കണ്ട് ആകെ പരിഭ്രമിക്കുകയാണ് ബാലചന്ദ്രൻ. അന്ന് ശാരദാമ്മയുടെ വീട്ടിൽ കയറി അലമാരയിൽ നിന്നും ക്യാഷ് എടുത്ത വീഡിയോ ആണ് ആ ഫോണിൽ ശാലിനി കാണിക്കുന്നത്. വീഡിയോ കണ്ട് പേടിക്കുകയാണ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. മൊബൈൽ പിടിച്ചു വാങ്ങിച്ചിട്ട് ശാലിനി പറയുകയാണ്, ശാരദാമ്മയുടെ അലമാരയിൽ നിന്നും രൂപ എടുത്തുകൊണ്ടു പോകുമ്പോൾ എന്തൊരു അഭിമാനമായിരുന്നു നിനക്ക്. പക്ഷേ ശാലിനി വെച്ച കെണിയിലാണ് നീ വന്ന് കയറിയതെന്ന് ഓർത്തില്ല. അതാണ് കുഴപ്പമായത്. പണ്ട് വഴിയിൽ കൂടി നടന്നുപോയ എന്റെ അമ്മയുടെ കയ്യില് നിങ്ങൾ കൊടുത്ത 10 ലക്ഷം രൂപയുണ്ടെന്ന് രാശിപ്പലക വെച്ച് ഗണിച്ച് കണ്ടുപിടിച്ച ആ ഹെൽമറ്റ് വെച്ച കള്ളൻ അത് നീയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ബാലചന്ദ്ര എന്ന് പറഞ്ഞ് ബാലചന്ദ്രന് നേരെ കൈ ചൂണ്ടുകയാണ് ശാലിനി. പക്ഷേ കഷ്ടകാലത്തിന് അതിന് തെളിവില്ലായിരുന്നു, എന്തു ചെയ്യാൻ പറ്റും? എന്നാൽ ശാരദാമ്മയുടെ അലമാരയിൽ 11 ലക്ഷം രൂപ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ കള്ളൻ വീണ്ടും വരുമെന്നുള്ള എന്റെ കണക്കുകൂട്ടൽ അത് കൃത്യമായി ഏറ്റു. ഞാനവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്നർത്ഥം, ഫോൺ ക്യാമറയുമായിട്ട്. അതിനുശേഷം ശാലിനി അന്ന് ബാലചന്ദ്രൻ വീട്ടിൽ വന്നപ്പോൾ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയ ദൃശ്യങ്ങളൊക്കെ പറയുകയാണ്. ശാലിനി പറയുകയാണ്, ഓർമ്മ ഉണ്ടായിരിക്കും, 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് ACP ശ്രീരഞ്ജിനി വരുമ്പോൾ ഈ വീഡിയോ അതെന്റെ ഫോണിൽ ഉണ്ടായിരുന്നോ? കള്ളനെ എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരഞ്ജിനി മാഡം ചോദിച്ചതും നിങ്ങൾ കേട്ടതല്ലേ? അതാരാണെന്ന് ഈ ചൂണ്ടുവിരൽ ദേ ഇങ്ങനെ ഒന്ന് നീട്ടിയാൽ മതിയായിരുന്നു ബാലചന്ദ്ര എന്ന് പറഞ്ഞ് ബാലചന്ദ്രന് നേരെ കൈ ചൂണ്ടുകയാണ് ശാലിനി. ഇപ്പോൾ ജയിലിലാണ് ചപ്പാത്തി പരത്താനായിട്ട്. അന്നേരം വിക്കി ബാലചന്ദ്രൻ പറയുകയാണ്, അതിന് ഞാനപ്പോൾ പണം മോട്ടിച്ചില്ലല്ലോ, നീ അവിടെ വെച്ചിരുന്നത് കള്ളനോട്ടല്ലേ? ശാലിനി പറയുകയാണ്, കറക്റ്റ്, പക്ഷേ കള്ളനോട്ടായാലും നല്ല നോട്ടായാലും മോഷണം തന്നെയാണ് ബാലചന്ദ്ര. എന്റെ വീട്ടിലെ ചകിരിക്കും ചാണകത്തിനും ഫോട്ടോസ്റ്റാറ്റിനും വരെ ഞാൻ പൊന്നും വിലയാണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ ഭവനഭേദനത്തിനുള്ള ശിക്ഷ അത് വേറെയും കിട്ടിക്കോളും. ഇല്ലെങ്കിലും എന്തിനാ കള്ളനോട്ട്? ഈ നല്ല നോട്ടും കട്ടിട്ടില്ലേ ബാലചന്ദ്ര? അതും പട്ടാപ്പകൽ എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും. ഒന്നും രണ്ടുമല്ല, 10 ലക്ഷം രൂപ. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അത് ഞാനാണെന്ന് നിന്റെ കയ്യിൽ തെളിവുണ്ടോ? ശാലിനി പറയുകയാണ്, ഇപ്പോൾ ഞാനതില്ല എന്ന് സമ്മതിച്ചല്ലോ, പക്ഷേ നിന്നെ പോലീസുകാര് നിന്നെ കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് 4 ഇടി ഇടിക്കുമ്പോൾ തെളിവൊക്കെ താനെ ഉണ്ടായിക്കോളും ബാലചന്ദ്ര. അത് മാത്രമല്ല, ഈ നാട്ടിൽ നടക്കുന്ന തേങ്ങാമോഷണം ഉൾപ്പെടെ ഒരുപാട് കേസുകള് നിനക്ക് റിവാർഡായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ ACPയെ ശ്രീരഞ്ജിനിയാണ്, നീ അത് മറന്നുപോയോ? ഇതൊക്കെ കേട്ട് നിന്ന രാജേശ്വരി പറയുകയാണ്, എങ്കിൽ നീ ഇത് കൊണ്ടുപോയി കാണിക്കടി പോലീസിനെ. ബാലചന്ദ്രൻ കുറച്ചു കാലം ജയിലിൽ കിടന്നു എന്ന് വെച്ച് ഈ രാജേശ്വരിക്ക് ഒരു ചുക്കുമില്ല. മനസ്സിലാക്കിക്കോ എന്ന് വിളിക്കുമ്പോൾ പേടിച്ച് ചേച്ചി എന്ന് വിളിക്കുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരി പറയുകയാണ്, സോറി അനിയ, 3/4 കാശിന് വിലയില്ലാത്ത നിന്നേക്കാൾ മുഖ്യം എനിക്ക് 30 പവനാണ്. അത് ഞാൻ ഇവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചിരിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, അതെ, 30 പവനും കെട്ടിയോനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. ഗൂഢാലോചന കുറ്റം 120B. അതിന്റെ ശിക്ഷ എന്താണെന്നറിയാമോ? കുറ്റം ചെയ്തവർക്കുള്ള അതേ ശിക്ഷ തന്നെ കിട്ടും ഗൂഢാലോചനക്കാർക്കും. അത് കേട്ട് പേടിച്ച് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അപ്പോ രാജേശ്വരി നീയും പെട്ടു.
അന്നേരം പൊട്ടിച്ചിരിച്ച് ശാലിനി പറയുകയാണ്, പേടിക്കണ്ട, ഇയാളും പെട്ടുവെന്ന് ഉറപ്പാണ്. ഗൂഢാലോചനക്കാരെ 3 പേരാണ്, 2 ആളല്ല. ഇനി നിങ്ങളൊരു കൂടിയാലോചനയൊക്കെ നടത്തിയിട്ട് പറയുക. ഞാൻ ഈ വീഡിയോയും കൊണ്ട് വീട്ടിലേക്ക് പോണോ അതോ പോലീസ് സ്റ്റേഷനിലേക്ക് പോണമോ എന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും. പിന്നീട് രാജേശ്വരി ശാലിനിയോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോ എന്താ വേണ്ടത്? ശാലിനി പറയുകയാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. രാജേശ്വരി പറയുകയാണ്, ശരി, സ്വർണം തരാം, 5 പവൻ. കൈ ചൂണ്ടി ശാലിനി പറയുകയാണ്, 5 അല്ല 30. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, കുറച്ചു മതി എന്നാണല്ലോ ശാരദ പറഞ്ഞത്. ശാലിനി പറയുകയാണ്, അതമ്മ. അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? 30 പവൻ പോയിട്ട് 3 മഞ്ചാടി സ്വർണം പോലും തരില്ല എന്ന്. ആ സമയത്ത് നിങ്ങൾക്കായിരുന്നു ഗോപാലകൃഷ്ണ ഇക്കാര്യത്തിലൊരു മേൽക്കൈ. ഇപ്പോൾ അതെനിക്കാണ്. എന്റെ ഏത് ഡിമാൻഡും നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഉച്ചത്തിൽ രാജേശ്വരി പറയുകയാണ്, ഇത് ചതിയാണ്. ശാലിനി പറയുകയാണ്, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല രാജേശ്വരി. നിങ്ങളുടെ അനിയൻ ചെയ്ത ചതി ഞാൻ വീഡിയോയിൽ പകർത്തി, അത്ര തന്നെ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശരി ശരി, 30 എങ്കിൽ 30 തന്നങ്ങ് തൊലച്ചേക്കാം. നാളെയാകട്ടെ. ഈ പ്രായത്തിൽ പോയി ജയിലിൽ കിടക്കാനൊന്നും വയ്യ എനിക്ക്. ശാലിനി പറയുകയാണ്, 30 പവൻ സ്വർണം തന്നാൽ മാത്രം പോരാ, കണ്ടീഷൻ വേറെയുണ്ട് എനിക്ക്. രാജേശ്വരി ചോദിക്കുകയാണ്, ഇനി എന്ത് കണ്ടീഷൻ? ചാരികേച്ചിയുടെ നിശ്ചയത്തിന് നിങ്ങൾ അവിടെ ഉണ്ടാകണം, കുടുംബശ്രീ വീട്ടിൽ, അതും ചടങ്ങ് തീരുന്നതുവരെ. ദേഷ്യപ്പെട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, സ്വർണമങ്ങ് വീട്ടിലെത്തിച്ചാൽ പോരെ, ഞങ്ങൾ എന്തിനാണ് വരുന്നത്? വന്നേ പറ്റൂ, ഈ 2 മുതലും ഉറപ്പായിട്ടും അവിടെ വരണം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെയും ബാലചന്ദ്രനെയും ചൂണ്ടുകയാണ് ശാലിനി. ഇളിച്ചു പിടിച്ച മോന്തയുമായിട്ട് എത്തിയേ പറ്റൂ. എന്നിട്ട് പറയുകയാണ്, ബാലചന്ദ്ര നീ വേണ്ട, ഒരു അപശകുനമായിട്ട് നീ വരണ്ട. രാജേശ്വരി പറയുകയാണ്, സ്വർണം ഉറപ്പായിട്ടും അവിടെ എത്തും, ഞങ്ങൾ വരുന്ന കാര്യം ഒന്ന് ആലോചിച്ചിട്ട്. ഇടയ്ക്ക് കയറി ശാലിനി പറയുകയാണ്, ആലോചിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും, ഇവിടെ ഇരുന്നല്ല, ലോക്കപ്പിനുള്ളിൽ. അത് കേട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശരി ശരി, വന്നേക്കാം. ഇപ്പൊ നീ പൊയ്ക്കോ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ശാലിനി പറയുകയാണ്, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ, സമയം രാവിലെ 10 മണി. ടാറ്റ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ശാലിനി. തിരികെ ശാലിനി വീട്ടിലെത്തുമ്പോൾ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മ പറയുകയാണ്, ദൈവങ്ങളെ, മുന്നോട്ടുള്ള വഴി കാണിച്ചു തരണേ. എനിക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന്. വാതിൽക്കലെത്തിയ ശാലിനി പറയുകയാണ്, നാളെ ഒന്നും സംഭവിക്കില്ല. പ്രാർത്ഥന മതിയാക്കി അമ്മയ്ക്ക് പോയി കിടന്നുറങ്ങാം, വഴിയൊക്കെ ദേവി തന്നെ തെളിയിച്ചു തന്നു. ശാരദാമ്മ ചോദിക്കുകയാണ്, എങ്ങനെ തെളിയിച്ചെന്നാ നീ പറയുന്നത്? നാളെ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്? ചാരികേച്ചിയുടെ കല്യാണ നിശ്ചയത്തിന്റെ കാര്യമല്ലേ അമ്മേ, അത് കുഴപ്പമില്ലാതെ നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, എന്നാൽ എനിക്ക് ഉറപ്പില്ല. നിശ്ചയത്തിന്റെ സമയത്ത് മുഴുവൻ പൊന്നിട്ട് കാണണമെന്നാണ് അവര് പറഞ്ഞത്. അങ്ങനെ അവര് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇത്രയും പവൻ ഉണ്ടാക്കാൻ പറ്റുമോന്ന് അവർക്കൊരു സംശയമുണ്ട്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വീടും സ്ഥലവും ഒന്നും നമ്മുടെ പേരിലല്ല എന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. പിന്നെ നോക്കുമ്പോൾ ഒരു ചെറിയ ചായക്കട മാത്രമല്ലേ ഉള്ളൂ വരുമാനമായിട്ട്. 2 മക്കളുടെ പഠിപ്പും വീട്ടു ചെലവുമൊക്കെ ആയിട്ട് എത്രമാത്രം മിച്ചം പിടിക്കാൻ പറ്റുമെന്ന് വരുന്നവർക്ക് ഊഹിക്കാമല്ലോ. നിശ്ചയത്തിന് സമയത്ത് പൊന്നിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് അവധി പറയാനാണ് ഉദ്ദേശമെന്ന് അവര് കരുതും. കാര്യങ്ങൾ കല്യാണം വരെ എത്തിയില്ലല്ലോ, അപ്പോ നിശ്ചയമായും അവർ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാനേ ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ശാരദാമ്മയെ ആശ്വസിപ്പിച്ച് ശാലിനി പറയുകയാണ്, അമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ശാരദാമ്മ പറയുകയാണ്, വെറുതെ അല്ല, സ്വർണത്തിനു പകരം സ്വർണം തന്നെ വേണ്ടേ? കല്ലുമാല ഇടാൻ പറ്റുമോ? ശാലിനി പറയുകയാണ്, കല്ലും തടിയുമൊന്നും അല്ല, സ്വർണം ഇവിടെ സമയത്തിന് തന്നെ എത്തിയിരിക്കും. അതിപ്പോ എത്ര പവനാണോ അതിലും കൂടുതൽ വരും. അത്ഭുതപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, അതിലും കൂടുതലോ? എവിടെന്ന്? അതെവിടെ, എങ്ങനെയെന്നൊന്നും അമ്മ ഇപ്പോൾ എന്നോട് ചോദിക്കേണ്ട. സ്വർണം ഇവിടെ മുഹൂർത്തത്തിന് തന്നെ എത്തുമെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചാൽ ശാരദാമ്മയ്ക്ക് ഞെട്ടാൻ തയ്യാറായിരിക്കാം എന്നർത്ഥം. പരിഭവിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ്, സത്യമാണോ നീ പറയുന്നത്? 1000 സൂര്യചന്ദ്രന്മാരാണ്, ആചന്ദ്ര താരകങ്ങളാണ്, കാവിലമ്മയാണ് സത്യം സത്യം എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിലടിച്ച് സത്യം ചെയ്യുകയാണ് ശാലിനി. ശാരദാമ്മയോട് ഒരിക്കലും ശാലിനി കള്ളം പറയില്ല, അതും ചാരികേച്ചിയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യത്തിന്. ഇനി എന്റെ ശാരദാമ്മ പോയി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ എഴുന്നേറ്റ് നിശ്ചയത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിക്കുകയാണ് ശാലിനി. ശാലിനിയുടെ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാണ് ശാരദാമ്മ. ശാലിനി പോയ ശേഷം വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. ദൈവങ്ങളെ, ഇവൾ എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, കൂടെ നിന്ന് സഹായിക്കണമേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന.
അവിടെ തന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് തൊഴുകയാണ് ശാരദാമ്മ. പിന്നീട് ആ രാത്രി തന്നെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ശാന്ത. കഥയിൽ തട്ടി വിളിക്കുകയാണ് ശാന്ത, ശാരദാമ്മേ ഇവിടെ എല്ലാവരും കിടന്നോ, ശാരിക എന്നൊക്കെ വിളിക്കുകയാണ് ശാന്ത. അന്നേരം അകത്തു നിന്നും വാതിൽ തുറക്കുകയാണ് ശ്യാമ. ശ്യാമ ചോദിക്കുകയാണ്, അല്ല ശാന്തേച്ചി എന്താ ഈ സമയത്ത്, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, ഞാനൊന്ന് ശാരികയെ കാണാൻ വന്നതാണ്, ഉറങ്ങിയോ? ശ്യാമ പറയുകയാണ്, ഇല്ല, ഞാൻ ചെന്ന് പറയാം ശാന്തേച്ചി വന്നോന്ന്. ശാന്തേച്ചി അകത്ത് കയറുന്നില്ലേ? വേണ്ട മോളെ, നേരം ഒരുപാട് ഇരുട്ടിയില്ലേ, ഞാൻ ഇവിടെ നിന്നിട്ട് പൊയ്ക്കോളാം. അന്നേരം പുറത്തേക്ക് വന്ന ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ ശാന്തേ, എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടല്ല, നാളെ ശാരികയുടെ വിവാഹ നിശ്ചയമല്ലേ, എനിക്ക് നാളെ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് രാത്രി തന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന്. ശാരദാമ്മ ചോദിക്കുകയാണ്, അയ്യോ അതെന്തു പറ്റി, നാളെ ഇവിടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കണ്ടേ, നീയും രാജിയും വേണ്ടേ കൂടെ നിൽക്കാൻ? അറിയാം ശാരദാമ്മേ, പക്ഷേ നാളെ ഞാൻ അങ്ങേരെയും കൊണ്ട് ഡി അഡിക്ഷൻ സെന്റർ വരെ പോവുകയാണ്. ഇരുന്നിരുന്ന് അവര് ഡേറ്റ് തന്നത് നാളെ ആയിപ്പോയി. ഇത്തവണയെങ്കിലും അങ്ങേരെ അവിടെ കൊണ്ടു ചെന്ന് ആക്കിയില്ലെങ്കിൽ സംഗതി പോക്കാണ്. കുറച്ചു ദിവസം അവിടെ കിടന്നാൽ കുടി മാറുമെന്നാണ് ഇപ്പോഴുള്ള ആകെ പ്രതീക്ഷ. അന്നേരം അവിടേക്ക് വരികയാണ് ശാരിക. ശാരിക ചോദിക്കുകയാണ്, എന്താ ശാന്തേച്ചി? ഒന്നുമില്ല, ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി എന്നറിയാൻ വേണ്ടി വന്നതാണ്. നാളെ പൊളിക്കാനുള്ള ദിവസമല്ലേ? ചിരിച്ചുകൊണ്ട് ശാരിക പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല. നിശ്ചയമല്ലേ, കല്യാണമൊന്നും അല്ലല്ലോ, എല്ലാം സാധാരണ പോലെ. നേരം ശാന്ത പേഴ്സിൽ നിന്നും പൈസ എടുത്തിട്ട് ശാരികയ്ക്ക് നേരെ നീട്ടുകയാണ്. ദേ ഇത് നീ അങ്ങ് കയ്യിൽ വെച്ചേ, ശാന്തേച്ചിയുടെ ഒരു സന്തോഷത്തിന്. ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ ശാന്തേത്? കുറച്ച് കാശാണ് ശാരദാമ്മേ, നിശ്ചയത്തിനും മറ്റുമായിട്ട് ചിലവൊക്കെ ഉള്ളതല്ലേ, എന്റെ ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ. ശാരദാമ്മ ചോദിക്കുകയാണ്, അതിനിപ്പോൾ ശാന്തയുടെ കയ്യിൽ എവിടെന്നാ കാശ്? ഒരുപാട് കാശൊന്നും ഇല്ല, വെറും 10,000 രൂപയേ ഉള്ളൂ. 20,000 രൂപയുടെ ഒരു ചിട്ടി ഉള്ളതങ്ങ് പിടിച്ചു, ബാക്കി നാളെ അങ്ങേരുടെ ആവശ്യത്തിന് വേണ്ടി വച്ചിരിക്കുകയാണ്. ശാരദാമ്മ പറയുകയാണ്, അതൊന്നും വേണ്ട ശാന്തെ, അല്ലാതെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതല്ലേ ശാന്തയ്ക്ക്, കുട്ടികളുടെ പഠിപ്പ്, അമ്മയുടെ കഷായം എന്നൊക്കെ പറയുമ്പോൾ ശാന്ത പറയുകയാണ്, ഇതും ശാന്തയുടെ ഒരു ആവശ്യമാണ് ശാരദാമ്മേ. എന്റെ അനിയത്തിയുടെ കല്യാണം ഭംഗിയായി നടത്തേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ? അത് കേട്ട് ശാരദാമ്മ ചിരിക്കുമ്പോൾ ശാരിക ചോദിക്കുകയാണ്, എന്നാലും ഇത് ശാന്തേച്ചിയുടെ എത്ര കാലത്തെ സമ്പാദ്യമാണ്? ഒരു കുഞ്ഞുള്ളതിന്റെ കഴുത്തിലോ കാതിലോ വല്ലതും ഇട്ടുകൊടുക്ക് ശാന്തേച്ചി, ഇവിടെ ഇപ്പോ കാശിന്റെ അത്യാവശ്യമൊന്നും ഇല്ല. ശാന്ത ചോദിക്കുകയാണ്, എന്നിട്ടെന്തിനാ ചന്ദ്രേട്ടന് പറിച്ചു കൊണ്ടുപോയി കള്ളു കുടിക്കാനോ? നോക്ക് ശാരിമോളെ, ഇതൊരു കടമായിട്ട് തരുന്നു എന്ന് കരുതിയാൽ മതി. ഇവിടെയാകുമ്പോൾ കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇട്ടതുപോലെയാണ്, ആവശ്യം വരുമ്പോൾ എനിക്ക് പിൻവലിക്കാമല്ലോ. മാത്രവുമല്ല കുറച്ചു പണം സംഘടിപ്പിക്കാനായിട്ട് ശാരദാമ്മ പെടുന്ന പാട് ഞാൻ നേരിട്ട് കണ്ടതുമാണ്. അപ്പോൾ ഞാൻ കരുതി എന്നാലാവുന്നത് ചെയ്യാമെന്ന്. ശാരദാമ്മ ചോദിക്കുകയാണ്, പക്ഷേ നീ ഇത് ദിവസവും അരപ്പട്ടിന് കിടന്ന് മിച്ചം പിടിച്ചു വെച്ചുള്ള കാശല്ലേ ശാന്ത, ഇത് കാശ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആലോചിക്കേണ്ട ശാരദാമ്മേ. കാശിന് കാശ് തന്നെ ഉണ്ടായല്ലേ പറ്റൂ. കണ്ണു നിറഞ്ഞ് ശാരദാമ്മ പറയുകയാണ്, അറിയാം, പക്ഷേ ഇവളുടെ സ്വന്തം അച്ഛന് തോന്നാത്ത മനസ്സാണ് നീ കാണിക്കുന്നത്. ശാരദാമ്മയുടെ സങ്കടം മാറ്റാൻ ചിരി വരുത്തി ശാന്ത പറയുകയാണ്, അതെ, സ്വന്തം അച്ഛന് പകരം സ്വന്തം ചേച്ചി തരുന്ന കാശാണെന്ന് കരുതിയാൽ മതി. ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഇതെന്റെ മനസ്സിലൊരു കല്ലായിട്ട് കിടക്കും. ശാരദാമ്മ പറയണം ശാരിയോട് ഇത് വാങ്ങാൻ. അന്നേരം ശാരിയോട് ശാരദാമ്മ പറയുകയാണ്, വാങ്ങുമോളെ, അനിയത്തിക്ക് ചേച്ചിയുടെ ഒരു ചെറിയൊരു സമ്പാദ്യം എന്ന് കരുതിയാൽ മതി. ഗതികെട്ട മനുഷ്യൻ ഇരുട്ടിൽ പെടുമ്പോഴേ ദൈവം ചില മിന്നാമിനുങ്ങുകളെ അയക്കും, ഇതും അങ്ങനെ ഒരു കാരുണ്യമാണെന്ന് കരുതിയാൽ മതി. വാങ്ങിച്ചുവെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാന്തയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുകയാണ് ശാരിക. ശാരദാമ്മ പറയുകയാണ്, മോളെ, നാളെ ശാന്ത നിശ്ചയത്തിന് കാണില്ല, നീ അവളുടെ അനുഗ്രഹം വാങ്ങിക്ക. ശാന്തയുടെ കാൽ തൊട്ട് വന്നിക്കുമ്പോൾ ശാന്ത പെട്ടെന്ന് പറയുകയാണ്, എന്താ ഇത്, എന്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ശാരികയെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്നും പോവുകയാണ് ശാന്ത. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.